എം പിയേഴ്സൺ, എന്താണ് ഈ കേൾക്കുന്നത് മുഴുവൻ? ഇത് വാഴ്ത്തിപ്പാടലുകൾ അല്ലേ? എന്നിട്ടും എന്താണ് ഇ.പി. ജയരാജൻ ഇത്രമാത്രം ന്യായീകരിക്കുന്നത്? ഇത് ആർക്കെങ്കിലും ഒരു താല്പര്യം തോന്നിയാൽ അതിനൊരു ഗാനം എഴുതുന്നത് കൊണ്ടൊക്കെ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന രീതിയിലുള്ള അവലോകനം എന്തുകൊണ്ട് ഈ മുതിർന്ന നേതാക്കളിൽ നിന്നും തന്നെ വരുന്നു? അതായത് പിണറായി സ്തുതിയെ എതിർക്കുവാൻ ഇവിടെ ആരുമില്ല എന്നാണോ പാർട്ടിയിൽ? ശ്രീ എൻ എം പിയേഴ്സൺ, എന്നോടാണോ? അതെ 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 അതെ, ഒന്നുകൂടി ചോദിക്കും. ഞാൻ ഇ.പി. ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയാൽ അങ്ങനെ ഒരു ഗാനം എഴുതിയാൽ അതിനെ ഈ വാഴ്ത്തുപാട്ടായിട്ട് എന്തിനു കാണണം? അതിൽ അപാകതയൊന്നുമില്ല. ഇത് വാഴ്ത്തുപാട്ടല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതിൽ ഈ CM കേരള എന്ന വീഡിയോ ഗാനത്തിൽ മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയും പറയുന്നു, മന്ത്രി VN വാസവൻ പറയുന്നു. ഇതൊക്കെ സ്തുതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ? അല്ല, ഇത് സ്തുതിഗീതങ്ങൾ തന്നെയാണ്. അതില് ആർക്കും തർക്കത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ സ്തുതിഗീതങ്ങൾ വരുമ്പോൾ അത് കേൾക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹമാണ് ആദ്യമായിട്ട് അതിനെ പ്രതിരോധിക്കേണ്ടത്. അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു ഇടതുപക്ഷ മൂല്യമുണ്ട് എങ്കിൽ അത്, പക്ഷേ അത് ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെ നേരത്തെ VS ഉണ്ടായിരുന്ന കാലത്ത് VSനെ ആൾ ദൈവമായിട്ട് ഒക്കെ പ്രഖ്യാപിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ശംഖുമുഖം കടുപ്പുറത്ത് നടന്ന ആ സമ്മേളനത്തെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അന്ന് പിണറായി വിജയൻ കേരളത്തിനോടും അതേപോലെ തന്നെ അവിടെ കൂടിയിരുന്ന സഹാക്കളോടും പറഞ്ഞൊരു കഥ കടൽ കാണാൻ പോയൊരു കുട്ടിയുടെ കഥയായിരുന്നു. അത് ബക്കറ്റിലെ വെള്ളമായിട്ടൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമായിരുന്നു. എന്നുവെച്ചാൽ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന സമയത്താണ്, അതിന്റെ മാറോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു വ്യക്തി ശക്തനായി തീരുക എന്നാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മറന്നുപോവുകയും അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തി ഏതെങ്കിലും തരത്തിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളുടെ ഒരു സംഘമായിട്ട് CPM മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നിർത്തൂ ഈ സ്തുതിപ്പാട്ടുകൾ എന്ന് പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? ശ്രീ എൻ എം പിയേഴ്സൺ, അദ്ദേഹം ഇത് അറിയാത്തത് കൊണ്ടാണോ? അല്ല, അദ്ദേഹം ആത്മരതിയിൽ മുഴുകിയിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. നമ്മളുടെ ഒരു പഴയ കഥയിൽ, ഗ്രീക്ക് ഇതിഹാസത്തിൽ ഒരു കഥാപാത്രമുണ്ട്, നാർസിസ് എന്ന് പറയുന്നത്. മാർസിസ്റ്റ് അല്ല, നാർസിസ്. അപ്പൊ നാർസിസ് എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെ തടാകത്തിനരിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നിഴല് കാണുന്നത്. ആ നിഴല് കണ്ട സമയത്താണ് നാർസിസിന് മനസ്സിലാക്കിയ താൻ സുന്ദരനാണെന്ന്. തന്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം ലയിച്ചു ചേരുകയും ആ തടാക തീരത്തിരുന്ന് അദ്ദേഹം ചത്തുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ആത്മരതിയുടെ ഒരു അന്ത്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാർസിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തരം നാർസിസമാണ്. തന്റെ തന്നെ ഇമേജിനെ തന്നെ തന്നെ പ്രണയിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വലിയൊരു ദുരന്തമാണത്. പക്ഷേ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ജീർണതയ്ക്ക് വഴിവെക്കുകയാണ് ചെയ്യുന്നത്. ആനാവൂർ നാഗപ്പൻ മെഗാ തിരുവാതിര കളിച്ച് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ കാരണഭൂതൻ എന്ന് പ്രഖ്യാപിച്ച സമയത്ത് അന്ന് ആനാവൂർ നാഗപ്പന്റെ ചെവിട്ടത്തടിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ. അത് ചെയ്യാത്തതിന്റെ ഒരു ദുരന്തവും തുടർച്ചയുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.